അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റമ്പ് ഹൈറ്റ് കൂട്ടാനുള്ളൊരു സ്പേസർ. നമ്മളിപ്പോൾ ലെയ്ത്തിൽ ചെയ്തെടുത്താണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ലീക്ക് ആവാതെ സെറ്റ് ചെയ്തെടുക്കുക, ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1000-1100 രൂപ ചിലവ് വരും ഇതുപോലെ ഒരു 2 സ്പേസർ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ലീക്ക് ആവാതെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, ആ നെട്ട് അഴിച്ചെടുക്കുക. അത് അഴിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഹബ്ബ് പുറത്തേക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അഴിക്കേണ്ടത് വീലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു 17ൻ്റെ ആ ഒരു ബോൾട്ട് അഴിച്ചിട്ട് ആ ആക്സിൽ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീല് പുറത്തേക്ക് ഫുള്ളായിട്ട് അഴിച്ചെടുക്കാം. വീലടിച്ച ശേഷം നമുക്ക് സ്റ്റെമ്മിൻ്റെ ടോപ്പിലൊരു 19ൻ്റെ 2 ബോൾട്ട് വരുന്നുണ്ട്, ആ ബോൾട്ട് അഴിക്കണം. പിന്നെ നമ്മുടെ മാസ്കിൻ്റെ താഴെയായിട്ട് ടീ സ്റ്റെമ്മിലൊരു 13ൻ്റെ 2 ബോൾട്ട് ഉണ്ട്, അതും നമുക്ക് അഴിച്ചെടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റെമ്മ് ഫുള്ളായിട്ട് താഴത്തേക്ക് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റെമ്മിൻ്റെ ടോപ്പിൽ വരുന്ന 19ൻ്റെ ബോൾട്ട്. അപ്പോൾ നമ്മളൊരു 19ന് ബോക്സ് ഉപയോഗിച്ചിട്ടാണ് അഴിച്ചെടുക്കുന്നത്. മാക്സിമം ബോക്സ് ഉപയോഗിച്ച് തന്നെ അഴിച്ചെടുക്കാൻ നോക്കാം. നമ്മൾ റിങ് പോലെ അതുപോലെ ഡബിളിൻ്റെയൊക്കെ വെച്ച് അഴിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ബോക്സ് സ്പാനർ വെച്ച് തന്നെ അഴിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അഴിച്ചു മാറ്റേണ്ടത് ഈ ടീ സ്റ്റെമ്മിൻ്റെ താഴെയായിട്ട് ഒരു 13ൻ്റെ ബോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ബോൾട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 2 ബോൾട്ടും അഴിച്ചെടുക്കണം. അപ്പോൾ ഈ 13ൻ്റെ 2 ബോൾട്ട് അഴിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് സ്റ്റെമ്മ് പൂർണ്ണമായിട്ടും പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ബോൾട്ടിൻ്റെ അതുപോലെ തന്നെ ടോപ്പിൽ വരുന്ന 19ൻ്റെ ബോൾട്ടിൻ്റെ സപ്പോർട്ടിലാണ് ഈ സ്റ്റെമ്മ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ബോൾട്ടും അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെമ്മ് പുറത്തേക്ക് അഴിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ടോപ്പിൽ ആ ബോൾട്ട് അഴിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ 2 ബോൾട്ട് അഴിച്ച ശേഷം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ത്രെഡ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് 100% നമ്മളിടുന്ന ആ പേസ്റ്റ് അതിൽ കറക്റ്റായിട്ട് അപ്ലൈ ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ പേസ്റ്റ് ഇട്ടാലും അതിൽ ഡസ്റ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഓയിൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ പേസ്റ്റ് കറക്റ്റായിട്ട് അപ്ലൈ ആവില്ല. ടോപ്പിൽ ബോൾട്ട് 2 അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ രണ്ടും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ സ്പ്രിങ്ങിൻ്റെ സ്പേസർ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത ശേഷം നമുക്ക് ആ ത്രെഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ത്രെഡൊക്കെ കറക്റ്റായിട്ട് അതിലുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ചാടി പോകും. ശേഷം ഒരു തുണി ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഓയിൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാതാവും. അപ്പോൾ 2 സ്റ്റെമ്മിൻ്റെ ഇന്നർ ത്രെഡ് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം നമുക്കൊരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ആ ത്രെഡൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനിയിപ്പോൾ തുണി ഉപയോഗിച്ച് ത്രെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. തുണി അല്ലെങ്കിൽ കോട്ടൺ പേസ്റ്റ് ആണെങ്കിലും മതി. നമുക്ക് ആ ഓയിൽ കണ്ടൻറ്റ് തുടച്ച് ക്ലീനാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഓറിങ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ആ ഓറിങ് അഴിച്ച് മാറ്റിയ ശേഷം വേണം അനബോണ്ട് വയ്ക്കാൻ. ഞാനിപ്പോൾ വൈറ്റ് അനബോണ്ടാണ് വയ്ക്കുന്നത്. വൈറ്റ് അനബോണ്ട് കുറച്ച് മെല്ലെ ഉണങ്ങുള്ളൂ. റെഡൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ ആ ഓറിങ്ങിൻ്റെ ഗ്രൂവിൽ നന്നായിട്ട് തന്നെ അനബോണ്ട് അപ്ലൈ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ആ ഓറിങ് ഇടാൻ. ശേഷം നമ്മൾ ആ ഓറിങ് ഇട്ട ശേഷം ആ ത്രെഡിലും കൂടെ നന്നായിട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്പേസർ ഉപയോഗിക്കുന്നവർ ഏകദേശം ഒരു വണ്ടി ഒരു 3-4 മണിക്കൂർ ശേഷം എടുക്കാൻ പാകത്തിന് വേണം സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ രാവിലത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 100% പക്കയായിട്ട് ഓക്കെ ആവും. പിന്നെ ലീക്കുന്നൊരു പ്രശ്നമേ ഉണ്ടാവില്ല. നമുക്കിനി അതിപ്പോൾ സ്റ്റെമ്മിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ സ്പ്രിങ്ങിൻ്റെ സ്പേസർ തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ട് വെച്ചേക്കാണ്. നമ്മളതുപോലെ ആ ഇൻറ്റേർണൽ വരുന്ന ആ ത്രെഡൊക്കെ നമ്മൾ നല്ല രീതിക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി എടുത്താൽ മാത്രമേ നമ്മൾ ഇടുന്ന പശ കറക്റ്റായിട്ട് അതിൽ അപ്ലൈ ആവുള്ളൂ, എന്നാലേ ലീക്ക് ഇല്ലാതിരിക്കുള്ളൂ. നമുക്കിനി ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ടോപ്പിൽ ബോൾട്ട് ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്യണം, എന്നാലേ ലീക്ക് ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പേസ്റ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആ സ്പേസർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ആ വണ്ടിയിലേക്ക് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ സ്റ്റെമ്മ് ഹൈറ്റ് കൂട്ടി നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ഇഞ്ച് ഹൈറ്റാണ് കൂട്ടിയേക്കണത്. 2 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ സ്റ്റെമ്മ് ഇരുന്നൊരു പാടാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റമുണ്ട്. ഞാനപ്പോൾ വണ്ടി ഏകദേശം കുറച്ച് ഓടിച്ചു നോക്കി, നമുക്ക് കംഫർട്ടാണ്. അപ്പോൾ നിലവിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഞാനപ്പോൾ സെറ്റ് ചെയ്ത അപ്പോൾ തന്നെ ഉടനെ തന്നെയാണ് ഓടിച്ച് നോക്കിയത്. അപ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്പേസറാണ് നമ്മൾ സ്റ്റെമ്മ് ഹൈറ്റ് കൂട്ടാനായിട്ട് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മളിത് ലെയ്ത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഓയിൽ റിങ് വരുന്ന ഒരു ഭാഗം അതിൻ്റെ ഏത് പൊസിഷനിൽ വെച്ച് വെൽഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലീക്കാവാനുള്ളൊരു ചാൻസ് കുറവാണ്. പക്ഷേ ഇത് ലീക്കാവാനുള്ളൊരു ചാൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെയ്ത്തിൽ നമ്മൾ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ ഈ ഓയിൽ റിങ് അഴിക്കാതെ തന്നെയായിരിക്കും അവർ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് വെൽഡ് ചെയ്യുക. അപ്പോൾ ആ ഓയിൽ റിങ് ചെറിയ ഡാമേജൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്ക് നോട്ടത്തിൽ അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ലീക്കാവാനുള്ള കൂടുതൽ ചാൻസ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മളിത് ലെയ്ത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് ആ റിങ് അഴിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പുതിയ റിങ് ഇടുക. അതുപോലെ റിങ് ഇടുന്നതിന് മുമ്പ് പേസ്റ്റ് ഇടാൻ നോക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ലീക്കോ കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക.